ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് വന്നിരിക്കുന്ന പുതിയ വേക്കൻസിയാണ്. 300ഓളം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പം കേരളത്തിലേക്കും വന്നിരിക്കുന്ന വേക്കൻസി, സൗത്ത് നോർത്ത് പല റീജിയനിലേക്കും വരുന്ന വേക്കൻസിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ പറയുന്ന PDF നോക്കി ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫ്രം 11 ഫെബ്രുവരി 2025 ടു 25 ഫെബ്രുവരി 2025 വരെയാണ് പറയുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നാവിക് GDയിലേക്കും നാവിക് ഡൊമസ്റ്റിക്കിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. നാവിക് GDയിൽ ക്ലാസ് 12th പാസ് മാത്സ് ആൻഡ് ഫിസിക്സ് ഫ്രം എഡ്യൂക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. നാവിക് ഡൊമസ്റ്റിക്കിലേക്ക് പറഞ്ഞിരിക്കുന്നത് 10th പാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 22 വയസ്സ് വരെയാണ്. അപ്പം ഇതിന് റിലാക്സേഷൻ ഉണ്ട്. 5 years ഓഫ് SC/ST കാൻഡിഡേറ്റ്സ്, 3 years ഓഫ് OBC റിലാക്സേഷൻ ഉണ്ട്. അപ്പം അത് കെയർഫുള്ളായി നോക്കുക. അന്ന് പിന്നെ പറഞ്ഞിരിക്കുന്നത് നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, സെൻട്രലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പല റീജിയൻസിലേക്കാണ് വിളിക്കുന്നത്. ഇത് സൗത്തിലാണ് കേരള വരുന്നത്. കേരളത്തിലേക്ക് 21 വേക്കൻസി URനും EWSന് 5, OBCക്ക് 14, ST 6, SC 8, ടോട്ടൽ 54 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് സദേൺ റീജിയനിലേക്ക്. പിന്നെ നാവിക് DBയിലേക്ക് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് നമ്മൾ നാവിക് GDയിലേക്കുള്ള വേക്കൻസിയാണ്. ഇപ്പം നാവിക് DBയിലേക്കുള്ള വേക്കൻസി പറഞ്ഞാൽ നോർത്ത് സോൺ, സൗത്ത് സോണിൽ വേക്കൻസി UR 3, EWS 1, OBC 2, ST 1, SC 2, ടോട്ടൽ ഏകദേശം 9ഓളം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, സെൻട്രലിലേക്ക് വന്നിരിക്കുന്ന സ്റ്റേറ്റുകളുടെ ലിസ്റ്റ്. പാസ് മാർക്ക് നാവിക് DBയിലേക്ക് 30 മാർക്കാണ്. UR, EWS, OBCയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. 27 മാർക്ക് SC/ST കാൻഡിഡേറ്റ്സിന്. നാവിക് GDയിലേക്ക് പറഞ്ഞിരിക്കുന്നത് 50 ആണ് UR കാൻഡിഡേറ്റ്സിന്. EWS ആൻഡ് OBCയിലേക്ക് 25 + 17 44 കട്ട് ഓഫ് മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. മാക്സിമം മാർക്ക് മാത്സിന് 20, സയൻസ് 10, ഇംഗ്ലീഷ് 15, റീസണിങ് 10, GK 5. ഇതാണ് സെക്ഷൻ 1. സെക്ഷൻ 2ലേക്ക് മാർക്ക് പറഞ്ഞിരിക്കുന്നത് മാത്സ് 25, ഫിസിക്സ് 25 എന്നീ സ്പ്ലിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിനും 2 ടൈപ്പിലാണ് വരുന്നത്. 12th ക്വാളിഫിക്കേഷനായി വന്നിരിക്കുന്നതിന് മാത്സ്, ഫിസിക്സ് ഒക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. 10th ക്വാളിഫിക്കേഷൻ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, റീസണിങ്ങും GKയും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക, കെയർഫുള്ളായി നോക്കുക. അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവർ കെയർഫുള്ളായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ PDF ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിരിക്കാം. അത് നോക്കിയിട്ട് പറ്റുന്നവരെല്ലാവരും അപേക്ഷിക്കുക. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല സാലറി പാക്കേജ് പറയുന്നതാണ്. Thank you for watching my video. Please like and subscribe my channel.